ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്ലീച്ചിങ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മഞ്ജുറാണി മത്സരിക്കുകയാണ്. അപ്പൊ നാടിന്റെ ഐശ്വര്യത്തിനും സാഹോദര്യത്തിനും സമത്വത്തിനും വേണ്ടി ഈ മഞ്ജുറാണി എന്നും നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളോടൊപ്പം നിൽക്കും. മാഡം, ഈ കറിക്കൊന്ന് ഉപ്പുണ്ടോ നോക്കിയ മാഡം. എരിയുണ്ടോ? എരിയുണ്ടോ? എരിയുണ്ട്. പുളിയുണ്ടോ? പുളിയുണ്ട്. അപ്പൊ കറി ഓക്കെ. പിന്നെ മാഡം, പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്, തുണികൾ അലക്കിയിട്ടുണ്ട്. ഇനി മുറ്റമടിക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചെയ്യണോ മാഡം? ഞാൻ മക്കളെ സ്കൂളിൽ പോയി വിളിച്ചോണ്ട് വരണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന്. അല്ല, ഇവിടെ താലി കെട്ടിയ സ്വന്തം ഭർത്താവ് എവിടെ ഇലക്ഷൻ ഇരിക്കാൻ പോണത്. എന്തുകൊണ്ടാണ് ഇലക്ഷൻ ഇരിക്കാൻ പോണത്? കഴിഞ്ഞ ഇലക്ഷൻ ഇവിടെ ഇലക്ഷൻ നിന്ന് സ്വന്തം ചിഹ്നം അറിഞ്ഞുകൂടാത്ത എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ടും കുത്തിയിട്ട് ജയിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. തോറ്റവള് നീ എന്തിന്റെ ഇലക്ഷൻ ഇരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ എന്നും പ്രവർത്തിക്കും. പല സ്ത്രീകളും പല ഉന്നതങ്ങളിൽ നിന്നാണ് പല പ്രപഞ്ചങ്ങൾ പല പ്രവൃത്തികളെ നമ്മൾ കീഴ്പ്പെടുത്തുന്നത്. മദർ തെരേസ, ഇന്ദിരാഗാന്ധി ഇവരെ പോലുള്ള സ്ത്രീകളെ പോലെ, മഹാനായ സ്ത്രീകളെ പോലെ എനിക്കും വളരണം, എനിക്കും വളരണം. പിന്നെ ഒരു കാര്യം, പാർട്ടിയുടെ നയതന്ത്രമായ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഒരു സൂത്രധാരനുണ്ട് അവിടെ, PG ശിവുചേട്ടൻ. ശിവുചേട്ടൻ PG ഇവിടെ വരുമ്പോൾ പാർട്ടിയുടെ കാര്യം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കാര്യവും പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഒരു രാഷ്ട്രീയക്കാരൻ ഈ വീടിന്റെ മുറ്റത്ത് കാല് ചവിട്ടൂല, നമുക്ക് കാണാം. നമുക്ക് കാണാന്നാ? എടി, കഴിഞ്ഞ ഇലക്ഷന് നീ വിറ്റ് തുലച്ചത് എന്റെ 10 സെന്റ് പെരോടല്ലേ നീ? അത് എന്റെ ആവശ്യം. എടി, ആ ഇലക്ഷന്റെ 10 മാല നീ വിറ്റ് തുലച്ചില്ലേടി? അത് എന്റെ ആവശ്യം. എന്റെ നിക്കർ ഇവിടെ കഴി വിട്ടിരുന്നല്ലോ. ആ നിക്കർ നിങ്ങളുടെ ആവശ്യം, എന്റെ ആവശ്യമല്ലേ? നീ ആരെയാണ് മൂപ്പിക്കുന്നത്? നിങ്ങൾ ആരെ മൂപ്പിക്കുന്നത്? സ്ഥാനാർത്ഥി നീ മത്സരിക്കാൻ പോകും. ഞാൻ മത്സരിക്കും. ഞാൻ മത്സരിക്കും. എന്താടി മൂപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ തന്നെ. ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? എവിടെന്തിനു കാര്യം പറയണം? എടീ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനി എന്റെ വായിൽ 12 പല്ലേ ഉണ്ട്. അതുകൊണ്ട് നീ അടിച്ചളക്കാൻ നീ പിന്നെ എന്നോട് അടിച്ചളക്കൊന്ന് എനിക്കൊന്ന് അറിയണോടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ, ഞാൻ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കും. നീ നിൽക്കൂല. നിൽക്കൂലെന്ന് കൂടുതൽ മൂപ്പിക്കല്ലേ. നിങ്ങളെ കൊണ്ട് വാ, നിന്ന് തരാം. നിങ്ങളൊരു സ്ഥലം വേണ്ടി വാ. എറിഞ്ഞാൻ തള്ളു. ഞാൻ എറിഞ്ഞു നോക്ക്. തേങ്ങയ്ക്ക് എറിഞ്ഞ നിങ്ങൾ എറിഞ്ഞു നോക്ക്. എറിയെന്നുള്ള സത്യമാണ് ഞാൻ അറിയാം. നിങ്ങൾ എറിഞ്ഞു നോക്ക്. എന്റെ അമ്മച്ചി സത്യമാണ് നിന്നെ ഞാൻ എറിയെന്ന് പറഞ്ഞാൽ എറിയും. നിങ്ങൾ ആരെ എറിഞ്ഞത്? നിങ്ങളിപ്പോ ആരെ എറിഞ്ഞത്? IG മുതൽ കമ്മീഷണർ വരെ, പ്രധാനമന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തെ കണ്ടാൽ എണീറ്റ് നിൽക്കും. നിങ്ങൾ ആരെ എറിഞ്ഞത്? PG ശിവു സാറിനെ. ഇനി ഇവിടെ എന്ത് നടന്നാലും എന്ത് സംഭവിച്ചാലും മറുപടി നിങ്ങൾ പറയണം. ഒരു തേങ്ങയ്ക്ക് എങ്ങനെയാ വിലയെന്നറിയും? അല്ല, മിനിറ്റ് ഞാൻ കൂടിക്കൊണ്ടിരിക്കില്ല, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതറിയാം, കൂടിക്കൊണ്ടിരിക്കുന്ന അറിയാം. അറിയാം. ഇന്നലെ ഒരു തേങ്ങയ്ക്ക് വേണ്ടി ഞാനും എന്റെ ഭാര്യയും കൂടെ പാതിരാത്രി 2 കിലോമീറ്റർ ഓടി. അറിയാം. ഇത് ഇഞ്ചി വെച്ച് ചമ്മന്തി അരച്ച് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. നാക്കിന്റെ അറ്റത്ത് വെച്ച് നോക്കണം. ഉച്ചി തട്ടും രുചി, അങ്ങനെയുള്ള സാധനമാണ് ഇത്. പാർട്ടിയുടെ കാര്യങ്ങൾ അറിയാതെയാണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, അതെന്താണെന്നറിയോ? ഒരു മെമ്പറുടെ ഭർത്താവാനുള്ള ഒരു യോഗ്യത പുള്ളിക്കാരന് വന്ന് തുടങ്ങിയില്ല, അതാണ്. അത് മാത്രമല്ല, പുള്ളിക്ക് പെരുമാറ്റച്ചട്ടയില്ല. എന്ത് പെരുമാറ്റച്ചട്ടില്ല? ആൾക്കാരുടെ പെരുമാറാൻ അറിയത്തില്ലെന്ന്. ആണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഈ വിവരമില്ലാത്തവരൊക്കെ നിങ്ങൾ ഇലക്ഷൻ നിർത്തുന്നത്? വിവരമില്ലാത്തവര് ഇവര് മെമ്പർ ആയി കഴിഞ്ഞാൽ എന്താവും നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല? എനിക്ക് അറിഞ്ഞൂടാ. മെമ്പർ ആയി കഴിഞ്ഞാൽ അടുത്ത എന്താ? ഇവര് പ്രസിഡന്റ് ആണ്. പ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് MLA. പ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് നേരെ മന്ത്രി. പ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി. പ്ലീച്ചിങ് പാർട്ടി. അത് കഴിഞ്ഞാല് പ്ലീച്ചിങ് മന്ത്രി. മന്ത്രി അങ്ങനെ മന്ത്രിയായി വളരും. അങ്ങനെ വളരുവര്, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളാരാ? ഞാനാരാ? പ്രധാനമന്ത്രിയുടെ ഭർത്താവായി നിങ്ങളാരാ? ഞാനാരാ? പ്രധാനമന്ത്രിച്ചൻ. മന്ത്രിച്ചനാ? പിന്നെ അല്ല, അങ്ങനെ മന്ത്രിച്ചനായ എനിക്ക് എന്തൊരു ഗുണം? നിങ്ങളിപ്പോ ബിവറേജിൽ എങ്ങനെയാണ് പോണ? ക്യൂ നിന്ന് സാധനം മേടിക്കും. അങ്ങനെ പോണ്ട കാര്യമില്ല. ബിവറേജിൽ നിന്ന് സാധനം കൊണ്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുതരും. സാധനം കൊണ്ട് തരൂ? പിന്നെ പ്രധാനമന്ത്രിച്ചനല്ലേ നിങ്ങള്? മന്ത്രിച്ചൻ? അതെ, പ്രധാനമന്ത്രിച്ചൻ. അതെ. അപ്പൊ വീട്ടു സാധനങ്ങളൊക്കെ പലവങ്ങളൊക്കെ വീട്ടിൽ വരും. 10 പണിക്കാർ കൂടെ ഉണ്ടാവും. പോരെ? പ്രധാനമന്ത്രിച്ചനാ? അതെ. അയ്യോ, അടിപൊളി. ആ